അതിനുണ്ട്. അപ്പൊ ഞാൻ ഇച്ചിരി കൂടെ ഡീപ്പായിട്ട് അതിൽ ഒരു ഇത് നോക്കിയപ്പം ആൽബർട്ട് ഐൻസ്റ്റീൻസ് തിയറി ഓഫ് റിലേറ്റിവിറ്റി നമുക്ക് ഹിന്ദു പുരാണിക് ലിറ്ററേച്ചറിൽ സെയിം ടു സെയിം ഇത് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് ദാറ്റ് ഈസ് ലൈക്ക് 10,000 12,000 years old. ഒരു കഥയുണ്ട് അതിന്, ഞാനൊന്ന് പറയട്ടെ. ആൽബർട്ട് ഐൻസ്റ്റീൻസ് തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് വെച്ചാൽ അത് ടൈമിനെ കുറിച്ചാണ്, ടൈം ആൻഡ് സ്പേസ്. ഈ സെയിം തിങ് എന്ന് വെച്ചാൽ ഡിഫറെന്റ് ഡൈമെൻഷൻസിൽ ടൈം ഡിഫറെന്റ് വേസിലാണ് ട്രാവൽ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെറിയ മെൻഷൻ ഇതിനെ കുറിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദ തിങ് ഈസ്, ഇവിടെ നമ്മുടെ ഈ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ ടൈം ട്രാവൽ ചെയ്യുന്ന പോലെയല്ല വെൻ ഇറ്റ് കംസ് ടു ഇന്റർ ഡൈമെൻഷണൽ ബീയിങ്സ്. ഒരു രാജാവ് ഉണ്ടായിരുന്നു, 1 minute, ഞാൻ ആ പേപ്പർ ഒരു മിനിറ്റ് അങ്കിൾ, ഒരു 2 minutes എന്നിട്ട് ഞാൻ പറയാം, ഒരു സംഭവം എഴുതിയെടുക്കും. മൈക്ക് വീഡിയോ ക്ലോസ് ആയിട്ട് വെക്കൂ. ഓക്കെ, ഫിക്സ് ആയിരിക്കണം. Nivedh, you're on mute. ഈ കഥ എന്ന് വെച്ചാൽ അത് കുറെ നാൾ മുമ്പുള്ള കഥയാണ്. എന്ന് വെച്ചാൽ ത്രേതായുഗത്തിന്റെ സമയത്ത് മുമ്പൊരു രാജാവ് ഉണ്ടായിരുന്നു, ഒരു കിങ് ഉണ്ടായിരുന്നു. ഹിസ് നെയിം വാസ് കാക്കുത്മി. ഹി ഹാഡ് എ ഡോട്ടർ നെയ്മഡ് രേവതി. കാക്കുത്മിയുടെ ഡോട്ടർ ഭയങ്കര എല്ലാ ക്വാളിറ്റീസും ഉള്ളൊരു സ്ത്രീ ആയിരുന്നു. ഷീ ഹാഡ് എവറി ക്വാളിറ്റി, ഷീ വാസ് ബ്യൂട്ടിഫുൾ. സോ ഹി ഹാഡ് ടെൻഷൻ. മാരേജ് ആയപ്പോൾ ആരെ കല്യാണം കഴിച്ച് കൊടുക്കുമെന്നൊരു വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു ഈ കാക്കുത്മി എന്ന് പറഞ്ഞ രാജാവിന്റെ മനസ്സിൽ. സോ വാട്ട് ഹി ഡിഡ് വാസ്, ക്രിയേറ്ററിന്റെ അടുത്ത് പോയി, നേരെ ബ്രഹ്മാവിന്റെ അടുത്ത് പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ ബ്രഹ്മാവ് ഒരു ഗന്ധർവന്മാരുടെ പാട്ട് കേട്ട് ഇതായിരിക്കായിരുന്നു. അത് ഇതാക്കി. അപ്പൊ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ നിന്നു. ഒരു ഫ്യൂ മിനിറ്റ്സ്, ഐ മീൻ ഫോർ എ ഷോർട്ട് ടൈം കഴിഞ്ഞപ്പോൾ പാട്ട് നിന്നു. കാക്കുത്മി പോയി ബോ ഡൗൺ ചെയ്തു. എന്നിട്ട് ഹംബ്ലി റിക്വസ്റ്റ് ചെയ്തു. എന്നിട്ട് അറിയാവുന്ന കാൻഡിഡേറ്റ്സിന്റെ എല്ലാം ലിസ്റ്റ് പറഞ്ഞു. അപ്പൊ ബ്രഹ്മാവ് ചിരിച്ചു, ഭയങ്കര ഉറക്കെ ചിരിച്ചു. അപ്പം കാക്കുത്മിക്ക് അറിയില്ല എന്തിനാ ചിരിക്കുന്നത്. ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോൾ നീ ഇവിടെ വന്നിട്ട് മെറ്റീരിയലിസ്റ്റിക് ലൈഫില് 27 ചതുർയുഗാസായി, 12,000 years കഴിഞ്ഞു. എന്ന് വെച്ചാൽ ബ്രഹ്മലോകത്തിലെയും ഇവിടുത്തെ ടൈമും ഡിഫറെന്റ് ആണ്. 12,000 ചതുർയുഗാസ് കഴിഞ്ഞു. നീ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എന്നേ മരിച്ചുപോയി കഴിഞ്ഞു. അവരുടെ ഗ്രാൻഡ് സൺസ് ആൻഡ് ഗ്രാൻഡ് ഡോട്ടേഴ്സ് വരെ മരിച്ചുപോയി കഴിഞ്ഞു. നിന്റെ മിനിസ്റ്റേഴ്സ് ഇപ്പൊ നിനക്ക് അറിയാവുന്ന ആരും കാണില്ല അവിടെ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. കാക്കുത്മി എന്ന് പറഞ്ഞ രാജാവ് ഭയങ്കര ബ്രേക്ക് ഡൗൺ ആയി. കാക്കുത്മിക്ക് അറിയില്ലായിരുന്നു ബ്രഹ്മലോകത്ത് ടൈം ഡിഫറെന്റ് ചെയ്യാന്ന്. സോ കാക്കുത്മി പറഞ്ഞു, ഇപ്പോൾ സാക്ഷാൽ മഹാവിഷ്ണു ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം എടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ ബലരാമൻ വന്നിട്ടുണ്ട്. ബലരാമൻ ഒരു നല്ല ഹസ്ബൻഡ് ആയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ കാക്കുത്മി നേരെ ഇവിടെ പോയി തിരിച്ചു പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ എല്ലാം ഡിഫറെന്റ്. കാക്കുത്മി പോയത് 12,000 years കഴിഞ്ഞിരിക്കുന്നു. ഹി വാസ് സർപ്രൈസ്ഡ്. അപ്പം ബ്രഹ്മാവിനെ കല്യാണം കഴിച്ചു കൊടുത്തു. വാട്ട് ഐ വാണ്ടഡ് ടു സേ ദാറ്റ് വേറെ ഡൈമെൻഷനില് ടൈം സ്റ്റേറ്റ്സ് ഡിഫറെന്റ്ലി. ടൈം ഇവിടത്തെക്കാളും വേറെ ഇതിൽ ഡിഫറെന്റ്ലി. അതാണ് ഐൻസ്റ്റൈൻ പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എർത്തിൽ നിന്ന് ഞാനൊരു 2 കണക്റ്റഡ് ക്ലോക്സ് എടുത്ത് മെഷർ ചെയ്താൽ, ഫോർ എക്സാമ്പിൾ ഒരു ആസ്ട്രോനോട്ട് ഒരു സ്പേസ് ഷിപ്പിൽ ട്രാവൽ ചെയ്യുമ്പം his time and my time will be different. His time will be way faster than I do. Simple words പറഞ്ഞാൽ, when I am running faster, എൻ്റെ time slower ആയിരിക്കും than a person who is walking. That's it. Einstein's theory of relativity and Hinduism. ഹരേ കൃഷ്ണ. കഴിഞ്ഞോ? വെരി ഗുഡ്, താങ്ക് യു. വെരി ഗുഡ് ഇൻഫർമേഷൻ. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പൗരാണികമായ ശാസ്ത്രത്തെ അല്ലെങ്കിൽ ഭാഗവതവും ഭഗവത്ഗീതയും തള്ളിക്കൊണ്ട് ഒരു മോഡേൺ സയൻസിനും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. കലയതാമസ്മി, ഈ കാലമാണ് ഞാൻ, ഈ സമയമാണ് ഞാൻ, സമയത്തെ ഞാനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പം ഓരോ ഗ്രഹത്തിനും ആ ഗ്രഹത്തിന് അനുയോജ്യമായ ലിവിങ് ബീയിങ്സ് ഉണ്ട്. ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ഗാലക്സിയിലും ലിവിങ് ബീയിങ്സ് ഉണ്ട്. അതിന്റെ ടൈം വ്യത്യാസമാണ്, അതിന്റെ റണ്ണിങ് അവേഴ്സ്, ഡേ നൈറ്റ് എല്ലാം വ്യത്യാസമുണ്ട്, ബോഡി സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ്
വീണ്ടും വീണ്ടും പ്രഭുപാദര് പറഞ്ഞത് ഭൂമിയിൽ നിന്ന് ഒരു മനുഷ്യനും ചന്ദ്രനിൽ എത്താൻ സാധിക്കയില്ല. എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഹരേ കൃഷ്ണ. നിവേദ് എനർജി തിയറി ഉണ്ട് ഭഗവത്ഗീതയിൽ. ഐൻസ്റ്റൈൻ സെക്കൻഡ് ചാപ്റ്ററിൽ എനർജി ആണെന്നും എനർജി ഒരിക്കലും നശിക്കില്ലെന്നും പറയുന്നുണ്ട്. സെക്കൻഡ് ചാപ്റ്ററിലെ ശ്ലോകം എടുത്തോളൂ. ശ്ലോകം ജസ്റ്റ് അല്ല വായിക്കാനുള്ള ജസ്റ്റ് ഒന്ന് ഉണ്ട്, എനിക്ക് ഓർമ്മ ഉള്ളതാണ്. ഓക്കെ, നോട്ട് ചെയ്താൽ മതി. നിവേദ് നോട്ട് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു. ഇതേപോലുള്ള പോയിന്റ്സുകൾ പറയുന്നതിൽ വീണ്ടും വീണ്ടും എല്ലാവർക്കും ഇതേപോലുള്ള പോയിന്റ്സുകൾ ഭഗവത്ഗീതയായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുവരാം. ഏത് ശ്ലോകമാണ് പ്രഭു? 12 ആണെന്ന്. രണ്ടാമത്തെ ചാപ്റ്ററിൽ 12 പറയുന്നത് അത്വനാഹം ജാതുനാസം നത്വം തേമേ ജനാധിപാഹ നൈവ നവിഭവിഷ്യാമഹ സർവേ വയമതഃ പരം. ഞാൻ ജാതു ഒരിക്കലും നാസമില്ലായിരുന്നു, ഞാൻ ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടേ ഇല്ല. അതുപോലെ നീയും ഇക്കാണുന്ന രാജാക്കന്മാരും എല്ലാം എന്നും ഉണ്ടായിരുന്നു, ഒരിക്കലും നാം ആരും ഇല്ലാതാവുകയില്ല. ഇതെല്ലാം എനർജിയാണ്, അതെല്ലാം പെർമനന്റുമാണ്. എനർജി ക്യാൻ ബി നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് എന്നുള്ളതാണ് ആ ശ്ലോകം. അത് എന്നേക്കുമായി പെർമനന്റ് ആയിട്ട് അവിടെ തന്നെ പെർമനന്റ് ആണ് എനർജി. ഓരോരുത്തരും ഓരോ എനർജിയാണ്, അവരെല്ലാം പെർമനന്റും ആണ്, ഒരിക്കലും നശിക്കുന്നില്ല. ഐൻസ്റ്റൈൻ ഇത് വായിച്ചിട്ടാണ് ഭഗവത്ഗീതയും കൊണ്ട് നടന്നത്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോ പരിഹസിക്കും. ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ട്, അതാണ് ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ട്, സത്യമാണ്. പക്ഷെ അത് ആരും നമ്മുടെ ഇന്ത്യക്കാരായ നമ്മളാണ് അത് ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്നത്. ഹരേ കൃഷ്ണ. നെറ്റ് ഇഷ്യൂസ് എന്തോ ഉണ്ട്. ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി കാര്യങ്ങളൊക്കെ. കാരണം ഒരുപാട് ഉദാഹരണങ്ങൾ പുറത്ത് കാണാൻ തുടങ്ങി, അല്ലെങ്കിൽ കാണിക്കാൻ തുടങ്ങി, നമ്മൾ കണ്ടു തുടങ്ങി മീഡിയാസിലൂടെ ഒക്കെ. അതൊരു വലിയ വരുന്നുണ്ട്. മീഡിയ ഒക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് ഈ ഇൻഫർമേഷൻ എല്ലാവരിലും എത്താനായിട്ട്. അതെ അതെ അതെ. ഇന്നലെ ഒരു ഇത് കണ്ടിരുന്നു ഞാൻ. ഏതോ ഒരാള് ഇങ്ങനെ വേണ്ടിയിരിക്കുകയാണ്, നമ്മുടെ മൊണോലിസ, ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിയായ ആ പെയിന്റിംഗ് ഉണ്ടല്ലോ. അപ്പൊ ആ പെയിന്റിങ്ങിനെ കാണിച്ചിട്ട് ഒരു ക്ഷേത്രത്തിലെ ഒരു പഴയ ഒരു വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു കൊത്തു, നമ്മൾ ഈ ശില്പം, അതിനെ കാണിച്ചിരിക്കുകയാണ്. നമ്മൾ കണ്ടാൽ അതിശയിച്ചു പോകും. അതെങ്ങനെ? അത് പാറയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതൊരു പെയിന്റിംഗ് ആണ്. അതും ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നും ആരും കണ്ടിരുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം അതിന് അത്രയും സൗന്ദര്യം, അതിന്റെ ആ പാറയിലിരിക്കുന്ന ആ സൗന്ദര്യം നമ്മൾ കണ്ടാൽ അതിശയിച്ചു പോകും. അല്ലെങ്കിൽ നമ്മൾ നോക്കിയിരുന്നു ഓരോ ആ ചിത്രത്തിലാണെങ്കിൽ പോലും. അപ്പൊ നേരിട്ട് കണ്ടാൽ നമുക്ക് എന്ത് തോന്നും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. അതൊന്നും ആരും കണ്ടിരുന്നില്ല. എന്നിട്ട് പകരം മോണോലിസയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിയായുടെ ചിത്രം എന്ന് പറഞ്ഞ് ആൾക്കാരെ ഇങ്ങനെ ഫുള്ളാക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ കാണിക്കൽ എന്താ പറയാ. അപ്പൊ അത് സത്യമാണ്. അതാണ്, അതൊരു പ്രത്യേകതരം മാർക്കറ്റിംഗ് ആണ്. അവരുടെ കൃത്യം. ആ മെടുക്കിലൂടെ അവര് പല കാര്യങ്ങളെയും പലരെയും പല മനസ്സുകളിൽ അത് പ്രതിഷ്ഠിച്ചു വെച്ചു എന്നുള്ളതാണ് പല കാര്യങ്ങളും. അത് മാർക്കറ്റിംഗ്. പോയി അമേരിക്കയിൽ പോയി മാർക്കറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മള് ഇപ്പം അമേരിക്കയിൽ നിന്ന് വന്നിട്ടാണ് പഠിക്കുന്നത്. കൃത്യം. അതുകൊണ്ടാണ് ഇപ്പൊ അടുത്ത കാലത്ത് ഒരാള് കേരളത്തിൽ തന്നെ ഒരു പ്രശസ്തനായ ആള് പറയുന്നുണ്ടായിരുന്നു, ഹിന്ദുയിസം എന്ന് പറയുന്ന ഈ ട്രഡീഷന്റെ എല്ലാം ഭാഗമാകാൻ പോകുന്ന ഒരു വിദേശ രാജ്യമുണ്ട്, അത് അമേരിക്ക ആയിരിക്കും. കാരണം ഇതെല്ലാം ഇനി അതിന്റെ കേന്ദ്രം അതാകാൻ പോകുന്നു. അത്രയ്ക്ക് വ്യത്യാസമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആൾക്കാരെല്ലാം ഇതിങ്ങനെ അത് അമേരിക്ക പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ആയിരക്കണക്കിന്